എപ്പോഴും റിസൾട്ട് വരുമ്പം ദർ ഇസ് എസ് ക്വസ്റ്റ്യൻ ഇൻസൈഡ് മീ ദാറ്റ് ഇതെനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണോ, ഇനി വേറെ എന്തെങ്കിലും നോക്കണോ? ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴും സെയിം ഒരു ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടായിരുന്നു, ഇപ്പോൾ സെക്കൻഡ് കഴിയുമ്പോഴും ഉണ്ട്. ആൻഡ് വേറെ എന്തിനെങ്കിലും പോവണോ, അതോ ഇത് തന്നെ നോക്കി കണ്ടിന്യൂ ചെയ്യണോ, അതോ ഇനിയിപ്പോൾ ഇതൊക്കെ നിർത്തി ഒരു ബ്രേക്ക് എടുത്ത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം കോൺസ്റ്റൻ്റ്ലി മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്നലെ ആ ഒരു PDF വരുമ്പം ഓൾമോസ്റ്റ് ഒരു 80% ഷുവർ ആയിരുന്നു ദാറ്റ് എന്തായാലും കിട്ടില്ല. പക്ഷെ നമ്മൾ ആ PDF നോക്കി കഴിയുമ്പം ഒരു വിഷമം ഉണ്ടാവില്ലേ, ദാറ്റ് ഒരു 13,000 പേരാണ് ക്ലിയർ ആയത്. ആൻഡ് അതിൽ നമ്മളില്ലാന്ന് പറയുമ്പം ദർ ഇസ് ദാറ്റ് ചെറിയൊരു സംതിങ്, ഒരു ഫീലിംഗ് വിച്ച് എഴുതാത്തവരോട് എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എഴുതാൻ പോകുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പേടിയാകാം, എന്നാൽ ഓൾറെഡി ഒരിക്കലെങ്കിലും എഴുതിയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ക്യാൻ റിലേറ്റ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ക്വിറ്റ്, ബട്ട് ഫിനാൻഷ്യലി ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പം നമ്മൾ പറയില്ലേ, കയ്യിലൊന്നും ഇല്ലാതെ ചെറിയൊരു പോക്കറ്റ് മണിക്കുള്ള പൈസ മാത്രമേ ഇപ്പോൾ കയ്യിൽ കിട്ടുന്നുണ്ട്. പക്ഷെ വേറെ ഒന്നും ഇല്ലാതെ നമ്മളിനി കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യമുണ്ടോ, അതോ എന്തെങ്കിലും ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ജോബ് വേണ്ടേ എന്നുള്ളത് കുറച്ച് പേരെങ്കിലും ചോദിക്കുമ്പം ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകും. എന്തായാലും പക്ഷേ വീട്ടിൽ പോകുന്നത് ഒരു ഓപ്ഷനല്ല. ആൻഡ് ഇതിപ്പം നിർത്തിക്കഴിഞ്ഞാൽ ഐ ഹാവ് നോ ഐഡിയ വെൻ ഐ വിൽ സ്റ്റാർട്ട് അഗൈൻ. സോ ആലോചിക്കാം എന്തോ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ ഗൈസ് ദാറ്റ് ഐ തിങ്ക് എല്ലാ ആസ്പിറൻസും കടന്നു പോകുന്ന ഒരു സംഭവമാണിത്. ആൻഡ് ഇഫ് യുവർ ഫ്രണ്ട് ഈസ് എൻ ആസ്പിറന്റ് ഹൂ റോട്ട്, ആൻഡ് ചിലപ്പോൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാകാം ദാറ്റ് ഓക്കെ എടാ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല, ബട്ട് സ്റ്റിൽ ഡു നോട്ട് ഗോ ആൻഡ് ആസ്ക് യുവർ ഫ്രണ്ട്സ് ഇഫ് ക്ലിയർ ആയോ ഇല്ലോ, എന്ത് പറ്റി, പോട്ടെ സാരില്ല അടുത്ത പ്രാവശ്യം ചെയ്യാമെന്നൊക്കെ. ഐ നോ യു ഗൈസ് വോണ്ട് ടു സപ്പോർട്ട് യുവർ ഫ്രണ്ട്സ്, ബട്ട് സംടൈംസ് എല്ലാവർക്കും ഇല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇറ്റ് ആക്ച്വലി വുഡ് ഹേർട്ട് എ ലോട്ട് ദാറ്റ് ഇവരിപ്പം വീണ്ടും വന്ന് ചോദിക്കുമ്പം എനിക്കായിട്ടില്ല എന്ന് പറയാനുള്ളൊരു ഉത്തരമല്ലാതെ വേറെ ഒന്നും കയ്യിലില്ലല്ലോ എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ടാകും. ആൻഡ് ആ ഒരു നിങ്ങളൊരു പ്രാവശ്യം വന്ന് ചോദിച്ചിട്ട് പോകുമ്പോഴേ അതവിടെ കഴിഞ്ഞു. പക്ഷേ ഈ എഴുതി പൊട്ടി ഇരിക്കുന്ന നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ ഇങ്ങനെ ഉരുളും, ശരിയാണല്ലോ കിട്ടിയില്ലല്ലോ നോക്കണമല്ലോ എന്നൊക്കെ. ആൻഡ് എത്ര നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ തിങ്ക് സംവെയർ ഇറ്റ് ജസ്റ്റ് സ്റ്റേസ്. Let's see what happens, what I do. And thank you for all your support. And ഇന്നലെ രാത്രി തൊട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജസും സപ്പോർട്ട്സ് ആർ റിയലി സ്ട്രോങ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വൺ റീസൺ ഐ ക്യാൻ എപ്പോഴും ഒന്നിരുന്ന് ഓക്കെ ആയി ഇരിക്കാനും ഒന്ന് കാര്യങ്ങളൊക്കെ പറയാനും പറ്റുന്നത്. ബട്ട് ഈ ഒരു സെയിം ടൈം മേക്സ് മീ സാഡ് ദാറ്റ് ഇതേപോലെ സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് ഇതുപോലെ കൊടുക്കാൻ ആരും ഇല്ലാതെ പോകുന്നൊരു സമയവും ഉണ്ടല്ലോ എന്നുള്ളത്. ദാറ്റ് എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായ അല്ലെങ്കിൽ എൻ്റെ ബാച്ചിലുണ്ടായവർക്കൊക്കെ ചിലപ്പം ഇങ്ങനൊരു വിഷമം ഉണ്ടാകുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കുമ്പോൾ എവിടെയോ ഒരു വിഷമം. ബട്ട് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ യു ഗൈസ് ആർ ഹിയർ ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബൈ, ടേക്ക് കെയർ, ബൈ, stay hydrated.